ഇതുകൊണ്ടുള്ള അച്ചാർ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി മമ്മി തയ്യാറാക്കാൻ പോവാണ്. ഈ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്യണം, ഒട്ടും ചെറുതാകില്ല. കാരണം ചെറുതായി കഴിയുമ്പോഴത്തേക്ക് അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് അലിഞ്ഞു പോയാൽ പിന്നെ ഒട്ടും കാണത്തില്ല. അപ്പോൾ ഈ ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ കട്ട് ചെയ്യുക. നീളത്തിലാണെങ്കിൽ 2ആയിട്ടോ അല്ലെ കട്ട് ചെയ്യാവും. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒരു അരമണിക്കൂർ ഞങ്ങളിത് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇതിനകത്തുനിന്ന് കുറേ കഴിയുമ്പം നീരിറങ്ങും. അപ്പം അങ്ങനെ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. 200 മില്ലി നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. ഇത് 1/2 കിലോ ഇരുമ്പുളി ഉണ്ട്. എണ്ണ ചൂടായതിന് ശേഷം കടുകിടാം. 1.5 ടീസ്പൂണോളം കടുക്, 1.25 ടീസ്പൂണോളം ഉലുവയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മൂത്തിട്ട് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഒരു കൂടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കുകയാണ്. പിന്നെ കറിവേപ്പിലയും ചേർക്കുകയാണ്. കുറച്ചേറെ ചേർക്കണം. ഒത്തിരി മൂത്ത് പോകണ്ട. ഒരു 4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ തീ ഓഫ് ചെയ്തിരിക്കുകയാണ്, കാരണം നല്ല തിളച്ചാണ് എണ്ണ ഇരിക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത്രയും വേവ് മതി. ഈ ചൂട് ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളം ചേർത്താൽ പെട്ടെന്ന് കേടായിപ്പോൾ. ഇത് നമ്മൾ ഈ ഒരു പരുവം മതി. കുറേ കഴിയുമ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ആവശ്യത്തിനുള്ള ചാറ് നമുക്കായി കിട്ടും. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിക്കും. വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. 3 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അത് മതി. ഇതിൽ അത്യാവശ്യം ഇരുമ്പുള്ളിയുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതനുസരിച്ച് ചേർത്താൽ മതി. ഇതിപ്പോൾ തീ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി വേണേൽ കുറച്ച് ശർക്കര ചേർക്കാം. പിന്നെ ചിലവർ ഇതിനകത്ത് ഈന്തപ്പഴം ചേർക്കാറുണ്ട്. കാരണം ഇതൊരു പുളി ആയതുകൊണ്ട് കുറച്ച് ആ ഒരു ഈന്തപ്പഴം അല്ലെങ്കിൽ ശർക്കര ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. അപ്പോൾ ഇതങ്ങ് ബാലൻസ് ആയിക്കോളും. ആ പുളിയും മധുരവും കൂടി ആകുമ്പോഴത്തേക്ക് ഒരു ചെറിയ ശർക്കര അരിഞ്ഞ് ചേർക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടൊരു അച്ചാർ നമുക്ക് തയ്യാറാക്കാം. ഈ ചീനച്ചട്ടിയുടെ ചൂട് കൊണ്ട് ഈ പുളി വെന്തോളും. പക്ഷേ അത്രയും വേഗം മതി. ഇപ്പോൾ കട്ടിയുള്ള ചീനച്ചട്ടിയാണ്, അതിൻ്റെ ആ ചൂട് കൊണ്ട് തന്നെ ഇത് വെന്തോളും. അധികം വേവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തീ ഓഫ് ചെയ്തിരിക്കുകയാണ്. കുപ്പിയിൽ വെച്ച് നമ്മൾ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ചാറ് റെഡിയായി കിട്ടും. എല്ലാവരും വീടുകളിൽ മിക്ക വീടുകളും കാണും ഇരുമ്പുളി. അപ്പോൾ അത് തയ്യാറാക്കി കൊണ്ടുപോവുക. നല്ല ടേസ്റ്റ്. ഇരിക്കും തോറും ഇതിന് ടേസ്റ്റ് കൂടും. അപ്പം വളരെ നല്ലതാണ്. ഇതിനകത്ത് നമ്മൾ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. വിനാഗിരിയാണ് ചേർത്തിട്ട്. എല്ലാം ഹോം മെയ്ഡാണ്. ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ മുളക് ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇങ്ങനെ അത്രയും കണക്കൊന്നുമില്ല. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം കുപ്പിയിൽ സൂക്ഷിക്കുക. വെള്ളമ ഇല്ലാത്ത കുപ്പി വേണം സൂക്ഷിക്കാനായിട്ട്. അതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇത് നമ്മുടെ ഇരുമ്പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.